കേരള പോലീസിൻ്റെ ഡ്രഗ്സിൻ്റെ എതിരെയുള്ള പോരാട്ടം ഡി ഹണ്ട് എന്ന് പറഞ്ഞ പദ്ധതി, യോദ്ധ എന്ന് പറഞ്ഞ പദ്ധതി വളരെ നാളുകളിലായിട്ട് കേരള പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് നടത്തി വരുന്ന ഒരു പദ്ധതിയാണ്. ഇതിനകത്ത് തന്നെ യോദ്ധ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനകത്ത് ജനങ്ങൾക്ക് ഒരു നമ്പറിൽ ഏത് വേലും ഡ്രഗ്സിനോട് റിലേറ്റഡ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യലായിട്ട് പാസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ യോദ്ധാവ് നമ്പർ ജനങ്ങൾ ഉപയോഗിക്കണം. അതല്ലാതെ ആൻറ്റി ഡ്രഗ് ഹെൽപ്പ് ലൈൻ ADGP എല്ലാൻഡോറിൻ്റെ കീഴിൽ വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈനാണ്. അപ്പോൾ ഇതിനകത്ത് ഡ്രഗ്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും കംപ്ലൈൻറ്റോ ഏതെങ്കിലും സഹായമോ അല്ലെങ്കിൽ ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ നടത്തുന്ന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹെൽപ്പ് ലൈനിൽ വിളിക്കുക. ഈ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇമ്മീഡിയറ്റ്ലി ഇവിടുന്ന് അത് കോഡീകരിച്ചിട്ട് കൺസേൺ ജില്ലാ പോലീസ് സൂപ്രണ്ട് അടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി അയച്ച് അതിനകത്ത് നടപടി ഉണ്ടാവും. അപ്പം ഡ്രഗ്സിൻ്റെ ഏത് കാര്യമായാലും നമുക്കറിയാം, ഇപ്പം ഡ്രഗ്സ് വലിയൊരു ആപത്തായിട്ട് വന്നേക്കുക സൊസൈറ്റിയിൽ. അപ്പം ഡ്രഗ്സിൻ്റെ ഏത് റിലേറ്റഡ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്യത്തില്ല. നിങ്ങളുടെ ഇൻഫർമേഷൻ ടോട്ടലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. പക്ഷെ ആ ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് പോലീസിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നടപടിയെടുക്കാനുള്ള കാര്യക്ഷമമായിട്ട് പ്രവർത്തനം ഈ പോലീസിൻ്റെ ഭാഗത്തിലുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ ഒരു ഡ്രൈവിന് നമുക്ക് ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഈ ഒരു ഡ്രഗ്സിൻ്റെ കാര്യം തന്നെ ഇവിടുന്ന് മായ്ച്ചെടുക്കാനുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ എല്ലാം സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഈ തലക്കെട്ടൊന്ന് നോക്കൂ. ലഹരി മാഫിയ വലയിൽ 1057 സ്കൂളുകൾ. കേരളത്തിലെ ഒരു പ്രമുഖ വാർത്താ മാധ്യമത്തിൻ്റെ ആദ്യ പേജിൽ വന്ന വാർത്തയാണിത്. ലഹരി മാഫിയ വലയിൽ 1057 സ്കൂളുകൾ. എന്നാൽ ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് അതിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ജില്ലയായ പാലക്കാട് ജില്ലയാണ്. അഭിമാനിക്കാൻ ഇതൊരു കായികമേളയുടെയോ സ്കൂൾ കലോത്സവത്തിൻ്റെയോ പോയിന്റ് പട്ടികയൊന്നുമല്ല, മറിച്ച് കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ ഇതിനോടകം വലവിരിച്ചിരിക്കുന്ന വിദ്യാലയങ്ങളുടെ എണ്ണത്തിൽ നമ്മുടെ സ്വന്തം ജില്ലയായ പാലക്കാട് ജില്ല 3-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു എന്നുള്ള ദയനീയമായൊരു വാർത്തയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതിൽ സർക്കാർ സ്കൂളുകൾ മാത്രമാണ് ഉള്ളത് എന്ന്. ഒരിക്കലുമല്ല. ഇതിൽ CBSE സ്കൂളുകളും അതുപോലെ തന്നെ ICSE സ്കൂളുകളും എല്ലാം തന്നെ ഉൾപ്പെടുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ ഒരു വാർത്ത അത് 2023 പുറത്തു വന്ന വാർത്ത കൂടിയാണ്. അപ്പോൾ 3 വർഷങ്ങൾക്കിപ്പുറം 2026 ആദ്യ മാസങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാകും ആ 1057 എന്നുള്ള സംഖ്യ ഇതിനോടകം തന്നെ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടാകും എന്ന്. ഞങ്ങൾ ഇതിനോടകം നമ്മുടെ കാർഡുകൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കാർഡ് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് നിങ്ങളോട് വന്ന് ചോദിച്ച് വാങ്ങിക്കുക. എക്സൈസിന്റെ വിമുക്തി എന്ന പ്രോഗ്രാമുമായി കൈകോർത്ത് നടത്തി വരുന്ന ഈ ഒരു പ്രത്യേക പരിപാടിയിലൂടെ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പരിചരണങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിട്ടുണ്ടെങ്കിൽ അത് ഏത് ലഹരി വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അവർക്ക് അതിൽ നിന്നും രക്ഷപ്പെടണം എന്നൊരാഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാർഡ് അവർക്ക് കൈമാറുക. ഞങ്ങൾ പ്രാരംഭമായി ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് ലഹരിക്കെതിരെ മാത്രമാണെങ്കിലും ലഹരിയെ പോലെ തന്നെ നമ്മുടെ നാടിനെയും സമൂഹത്തെയും പിടിമുറുക്കിയിരിക്കുന്ന മറ്റൊരു സാമൂഹിക വിപത്താണ് ആത്മഹത്യ എന്ന് പറയുന്നത്. നമ്മുടെ ജില്ലയിൽ തന്നെ അങ്ങ് പാലക്കാട് കണ്ണാടിയിലല്ലേ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. എന്തിനു കൂടുതൽ പറയുന്നു, 2 മാസം മുൻപ് നമ്മളെല്ലാവരും പത്രങ്ങളിലും വാർത്തകളിലുമായി കണ്ടും കേട്ടതുമല്ലേ കേരളത്തിലെ പ്രമുഖനായ ഒരു കോടീശ്വരൻ പോലും ആത്മഹത്യ ചെയ്തത്. ചെറിയ കുട്ടികൾ മുതൽ വലിയ കോടീശ്വരന്മാർ വരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു ലോകം. ടീച്ചർ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, പരീക്ഷയ്ക്ക് മാർക്ക് കുറച്ച് കമ്മിയായതിൻ്റെ പേരിൽ, മാതാപിതാക്കൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ, പ്രണയം പൊട്ടിയതിൻ്റെ പേരിൽ, കടബാധ്യത ഉള്ളതിൻ്റെ പേരിൽ എന്തെല്ലാമാണ് ആത്മഹത്യാ കുറിപ്പുകളിൽ നാം കാണുന്ന ആത്മഹത്യയുടെ കാരണങ്ങൾ. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ ആത്മഹത്യ അത് ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മുടെ ജീവിതം അത് വളരെ അമൂല്യമാണ്. ഒരു നേരത്തെ അതിബുദ്ധി കൊണ്ട് നശിപ്പിച്ചു കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ആത്മഹത്യ പ്രേരണ ഉള്ളവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ കാർഡ് അവർക്ക് കൂടി കൈമാറുക. ഞങ്ങളുടെ കൗൺസിലർമാർ അവരോട് സംസാരിക്കുകയും അവരെ തിരികെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഞങ്ങൾ മടക്കി കൊണ്ടുവരുന്നതുമായിരിക്കും. ഇത്രത്തോളം സമയം ഞങ്ങളോട് സഹകരിക്കുകയും വളരെ ശ്രദ്ധയോടെ ഞങ്ങളുടെ പ്രോഗ്രാം വീക്ഷിക്കുകയും ചെയ്ത
എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ലഹരിക്കെതിരെയും ആത്മഹത്യക്കെതിരെയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോരാടാം. താങ്ക്